ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ആരത്? കുഞ്ഞോളെ, ആരാ? ചാരുലതയുടെ വീടല്ലേ? അതെ, അല്ല, എന്റെ വീടാ. ആരാ? ഞാൻ CPO അനിത. ഞാൻ ശാന്തപ്പൻ തോട്ടുവക്കം. ഷാപ്പ് മുതലാളിയാ, ചെറിയൊരു അബ്കാരിയാ. അല്ല, ഈ CPO എന്ന് പറഞ്ഞ കോർപ്പറേഷനിൽ നിന്ന് കൊതുകിന് മരുന്നടിക്കാൻ വന്നവരാണോ? കോർപ്പറേഷനോ? പോലീസാണോ? കുഞ്ഞോള്, അല്ല, SI സാറിന് ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു. ഞങ്ങളുടെ ഷാപ്പിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ ആറ്റുവാളയുടെ 2 തല കൊടുത്തു വിട്ടിരുന്നു. അപ്പം പുള്ളി പറഞ്ഞിട്ട് വന്നതാണോ? ഞങ്ങള് ചാരുലതയെ കാണാൻ വന്നതാ. ചാരുനെയോ? എന്താ കാര്യം? ഞാൻ അവരോട് പറഞ്ഞോളാം. ഇരിക്കുന്നോ? ചാരു, 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 എടി ഒന്ന് ഇറങ്ങി വന്നേ. വരുന്നു. ഒന്ന് വേഗം വാ, നിന്നെ കാണാതെ പോലീസ് വന്നേക്കുന്നു. പോലീസോ? ദാ നേരിട്ട് ചോദിച്ചോ. ചാരുലതയല്ലേ? അതെ. ഞാൻ അനിത, സിവിൽ പോലീസ് ഓഫീസറാ. എന്താ മാഡം? അമൃത ചാരുന്റെ കൂട്ടുകാരിയല്ലേ? അതെ മാഡം. ചാരു അമൃതയുടെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. കല്യാണം വിളിക്കാൻ പോയതാ. പിന്നെ അവർക്ക് 2 സാരിയും വേണമെന്ന് പറഞ്ഞിരുന്നു. എന്താ മാഡം കാര്യം? ഒന്ന് വന്നേ. അയ്യോ, അമൃതയുടെ 2 പവൻ തൂക്കം വരുന്ന മാല കാണുന്നില്ല. മാഡം, അതിന് ചാരു അമൃതയുടെ വീട്ടിൽ പോയിരുന്നല്ലോ. കാണാതായ മാലയെ കുറിച്ച് എന്തെങ്കിലും അറിയോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. അതെ സാറേ, ഇവിടെ ശാന്തപ്പന്റെ മോളാ. അവള് മാലയൊന്നും മോഷ്ടിക്കത്തില്ല. എടോ, അതിന് മോഷ്ടിച്ചെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? മാഡം, ഞാൻ അവിടെ ചെന്ന് അമൃതേച്ചിക്ക് സാരി കൊടുത്തിരുന്നു. അവിടുന്ന് തന്ന പഴയ സാരിയും വാങ്ങി പോന്നു. എനിക്ക് വേറൊന്നും അറിയില്ല. പഴയ സാരിയോ? പഴയ സാരി വാങ്ങി പുതിയ സാരി കൊടുക്കും. പഴയ സാരിക്ക് ഒരു വിലയിട്ട് ആ കാശ് കുറച്ചു കൊടുക്കും. എന്നിട്ട് ആ സാരി എന്ത് ചെയ്യും? അത് എടുക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കും. അമൃതയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സാരി കൊടുത്തോ? ഇല്ല മാഡം, ഇവിടെ ഉണ്ട്, അലമാരി വെച്ചിരിക്കുക. അതൊന്ന് കാണിക്ക്. കാണിക്കാം. മാഡം വരൂ. എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അതേടി, എന്തോ ഭയങ്കര പ്രശ്നമുണ്ട്. എവിടെ സാരി? ഇതാ മാഡം. എടുക്ക. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അതാരാ? ഇതാരാ? എന്നോട് ചോദിച്ചാ ഞാനെന്ത് പറയാനാ? അടുത്തത് കരഞ്ഞോണ്ട് കൂടി വരുന്നത്. ഇതെല്ലാം കൂടെ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഇതൊന്നും ലേഡീസ് ഹോസ്റ്റലാ. എന്താ ചാരു? എന്തേ ചാരു? അതും ചാരുവിനെ അന്വേഷിച്ച. അയ്യോ, എന്റെ സാരി കൊടുത്തപ്പോ മാല അതില് പെട്ടുപോയി. ചാരുവിനെ ഒന്ന് വിളിക്കൂ. ചാരുവിനെ ഇപ്പൊ 2 പേരും അങ്ങോട്ട് കൊണ്ടുപോയതേ ഉള്ളൂ പോലീസുകാരെ. എന്റെ മാല, 2 പവന്റെ മാലയാ. മാല മോഷണം. ചെന്നാ മതി, നല്ല സമയ. അകത്തുണ്ട്. അമൃത, നീ കൊടുത്ത സാരിയല്ലേ ഇത്? അതെ മാഡം. മാല എങ്ങനെയാ പോയത് അമൃതേച്ചി? എങ്ങനെ പോയെന്ന് എന്നോട് ചോദിക്കുന്നോ? ഈ സാരിക്കകത്ത് എന്റെ മാല ഉണ്ടായിരുന്നു, അലമാരിയിൽ വെച്ചിരുന്നതാ. മാറിപ്പോയെന്ന് വിചാരിച്ചത്. ഈ 4 സാരിയും ചെക്ക് ചെയ്തിട്ട് തന്നെ വെച്ചത്. അതില് മാല ഇല്ലായിരുന്നു, കവറിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ല, അതില് കാണൂ. ഇത് തുറക്ക് ചാരു. എല്ലാരും ഒന്ന് ചെക്ക് ചെയ്തേ.
അത് കുടഞ്ഞു കാണിക്കേ. ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ചേച്ചി ഇതിലൊന്നുമില്ല. ഇതിലൊന്നുമില്ല മാഡം. ഇതെന്താ കെട്ടിവെച്ചിരിക്കുന്നത്? ഇതെന്താ? ഇതെന്താ ചാരു? എനിക്കറിയില്ല മാഡം. തുറന്നു നോക്കിയേ. ദേ മാല. സജിചേട്ടൻ കാണണ്ടേ? വാ, ചേട്ടൻ വിളിക്കണു. വാ, വന്നിട്ട് ചെയ്യാം. വാ. ഞാൻ വെള്ളം ചൂടാക്കട്ടെ, നിങ്ങൾ സംസാരിക്കേ. അയ്യോ, ഇതെങ്ങനെ ഇതിനകത്ത് വന്നു? അത് ഞങ്ങളോടാണോ ചോദിക്കുന്നേ? ഇത് ചാരു തന്നെ കെട്ടിവെച്ചതാ. മാല അലമാരിക്കകത്ത് സാരിക്കൊപ്പം ഉണ്ടായിരുന്നു. കെട്ടിവെച്ചത് ഇവളാ. അയ്യോ മാഡം, ഞാനൊന്നുമല്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ സ്വർണം കാണുന്ന തന്നെ ഇപ്പോഴാ. അമൃതേച്ചി, നിങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നേ? നീ ഒന്നും പറയണ്ട. ഞാൻ എന്റെ ഭർത്താവിന്റെ സർജറിക്ക് വേണ്ടി വേറൊരാളുടെ ഇരുന്നുണ്ടാക്കിയ മാലയാ. ഞാനല്ല അത്. നിർത്ത്. ഇത് മോഷണ കേസാണ്. തൊണ്ടി നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടിയ സ്ഥിതിക്ക് ഈ കേസ് ഞാൻ രജിസ്റ്റർ ചെയ്യും. അമൃത, ഇവളുടെ പേര് ഒരു പരാതി എഴുതിത്താ. ഞാൻ ചെയ്തിട്ടില്ല മാഡം. ഇവരെ കൊണ്ട് ആരോ ചെയ്യിക്കുന്നതാ. ചെയ്യിപ്പിക്കാനോ? എന്ത് ചെയ്യിപ്പിക്കാൻ? അമൃത, ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിക്കോട്ടെ. അയ്യോ സാറേ, അവളെ കൊണ്ടുപോലേ സാറേ. കേസാക്കി കളയല്ലേ. നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. പരിഹാരമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് SSR വന്നിട്ട് തീരുമാനിച്ചോളൂ. അയ്യോ, അങ്ങനെ ചെയ്യല്ലേ സാറേ. വേണ്ട, കേസ് രജിസ്റ്റർ ചെയ്യട്ടെ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അമൃതേച്ചി കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച ആരാണെന്ന് എനിക്ക് അറിയണം. കേസ് ഒന്ന് രജിസ്റ്റർ ചെയ്യണ്ടേ സാർ? മാല കിട്ടിയല്ലോ. ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യും. എന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിയതിന് നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യും. ഇവക്ക് എന്തിന്റെ കേടാ? എനിക്കറിയണല്ലോ. നിങ്ങൾ എന്നെ കളിയാക്കാൻ നോക്കിയതല്ലേ? ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യും. മാഡം, അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അവളെ ഞാൻ കള്ളിയാക്കിയെന്ന്. അവള് കള്ളി തന്നെയാ. അവൾക്ക് നല്ല ശിക്ഷ കിട്ടണം. അവള് കള്ളിയാന്ന് ഞാൻ തെളിയിക്കും. അതിനു വേണ്ടി പരാതി എഴുതി തരാം ഞാൻ. ഈ കേസ് രജിസ്റ്റർ ചെയ്യണം മാം. ഞാൻ വെറുതെ വിടില്ല മാം.